എല്ലാവർക്കും നമസ്കാരം. നളിനം ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ റീഡിംഗ് ആണ് നോക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ ദിവസം തരുന്ന ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റീഡിംഗ് ചെയ്യുന്നത്. നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ കാർഡാണ്. സിക്സ് ഓഫ് സോർഡ്സ്, ടു ഓഫ് പെന്റക്കിൾസ്, ക്വീൻ ഓഫ് wands, two of cups, ace of pentacles, four of swords. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഇതൊരു മണിയുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് പൈസ വളരെ കരുതലോടെ സ്പെൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. നിങ്ങൾ ചില ആളുകൾക്ക് മണിയുടെ ഒരു ചീറ്റിംഗ് എനർജി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നിങ്ങളെ ആരെങ്കിലും തെറ്റായിട്ട് ഡയറക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മീൻസ് ചില ആളുകൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കിട്ടും, അങ്ങനെ ചെയ്താൽ ബെനിഫിറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് റോങ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെ കരുതലോടെ ഇരിക്കണം ഇന്നത്തെ ദിവസം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സെവൻ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ചില ആളുകൾക്ക് ഇന്ന് നിങ്ങളെ പൈസ കടം മേടിക്കാനും കടം ചോദിക്കാനും ഒക്കെയുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കണം. എന്ന് കടം കൊടുക്കുകയോ അങ്ങനെ സഹായങ്ങൾ ചെയ്യുകയോ ചെയ്യരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് നിങ്ങൾക്കൊരു ചീറ്റിംഗ് എനർജിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾ ലോണിന് ജാമ്യം നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇന്ന് ചെയ്യരുതെന്നാണ് പറയുന്നത്. അതൊക്കെ ഇന്ന് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യണം എന്നാണ് ഇന്നത്തെ ദിവസത്തെ എനർജി കാണിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും ഇന്ന് അതിനകത്തേക്കൊരു തീരുമാനം എടുക്കരുത്. അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ട് നന്നായിട്ട് ആലോചിച്ച ശേഷം മാത്രം ചെയ്യുക എന്നാണ് പറയുന്നത്. ഫോർ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഇന്ന് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഒരു ദുഃഖിച്ച് അല്ലെ വേദനിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ടെന്നാണ് പറയുന്നത്. ചില ആളുകൾ ഓൾറെഡി ഇന്നത്തെ എനർജി നൽകുന്നത് ചില പൈസ തരാമെന്ന് പറഞ്ഞിട്ട് കിട്ടാതിരിക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട എന്തോ ഒരു കിട്ടാനുള്ള പൈസ തരാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ ഒരു സിറ്റുവേഷൻ വരുന്നത് കൊണ്ട് നിങ്ങൾ അതിനെ വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. ചില ആളുകൾ ഇത് നേരത്തെ സംഭവിച്ചിട്ടുണ്ടാവും. അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ അങ്ങനെ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെയും ഒരു എനർജി കാണുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു കർമ്മയാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് നമുക്ക് കർമ്മ റിലീസായി പോയി എന്ന് വിചാരിച്ച് ആശ്വസിക്കാനാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു ബാഡ് കർമ്മ ഉണ്ടായത് ഇതോടുകൂടി തീർന്നുപോയി. അപ്പം അതിൽ നിങ്ങൾ എന്താ പറയുക, ആശ്വാസം കണ്ടെത്തുക. എന്നിട്ട് ഈ കാര്യത്തിൽ വിഷമിച്ചിരിക്കാതെ ഉണർന്ന് പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഏസ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. പണം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ പറയുന്നത്. അതായത് നഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ പുതിയ കാര്യങ്ങൾ
പ്ലാൻ ചെയ്ത് പൈസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും യൂണിവേഴ്സ് നിങ്ങൾക്ക് തുറന്നു തരുന്നുണ്ട്, എല്ലാ വഴികളും തുറന്നു തരുന്നുണ്ട്. അതായത് യൂണിവേഴ്സിൻ്റെ കയ്യിൽ മണിയായിട്ട് വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ടു കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് വളരെ നിങ്ങൾ സഹായിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളുടെ സഹായമോ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന സുഹൃത്തുക്കളാണ്. ചില ആൾക്കാർ ഈ ഒരു ചീറ്റിംഗ് എനർജിയിൽ ഡിപ്രഷനിലേക്ക് പോകുന്ന ചില ആളുകളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇന്ന് നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നത് മൂലം നിങ്ങൾക്ക് കുറേ റിലീഫ്, ആശ്വാസം കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊന്ന് എന്താ പറയുക റിലീഫാക്കാനാണ് പറയുന്നത്. പിന്നെ ചില ആളുകൾക്ക് ഇത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആകാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളുകളായിട്ട് എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് ആ കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു പ്രയാസം ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതും നിങ്ങൾ അവരുമായി പരസ്പരം സംസാരിച്ച് സോൾവ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ എന്നാണ് പറയുന്നത്. ടു ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചിലർക്ക് ഇന്ന് വിദേശത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ചില ആളുകൾ വിദേശത്തേക്ക് പോകാൻ തീരുമാനം എടുക്കുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി വേണോ, ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ക്യൂൻ ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി ആക്സെപ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് പറയുന്നു. ചില ആൾക്കാർ ഇന്ന് യാത്ര തിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഇത് ഈ ഓപ്പർച്യൂണിറ്റി ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാരോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി ധൈര്യമായിട്ട് എടുക്കാമെന്നാണ് പറയുന്നത്. യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്, സക്സസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക്ക് നടക്കാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇന്നത്തെ ദിവസം എല്ലാവരും നല്ലൊരു എനർജിയിലിരിക്കട്ടെ, നല്ലൊരു സമാധാനത്തിലും സന്തോഷത്തിലും കടന്നു പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.